ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ വ്ളോഗ് എടുത്ത് ശീലമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫോണിൽ 128 GB ആയതുകൊണ്ടും സാധനത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടും ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ പോയ മെമ്മറീസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ അത്ര സ്പേസ് കയറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് എളുപ്പപ്പണിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാം, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ മണ്ണാർക്കാട് വന്നു. ഇത് അഭിരാമിയുടെ വീടാണ്. അഭിരാമിയുടെ എസ്തെറ്റിക് റൂമാണ്. റൂം ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് എവിടെ പോകണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എവിടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് ഭാഗമായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ഡ്രൈ ആണ്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് ഈ തണുപ്പ് ക്ലൈമറ്റ് പറ്റണേ ഇല്ല. അപ്പോൾ ഞാൻ ഫുള്ള് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി ചത്ത പോലെ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല. ഞാനിന്ന് പോണ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താണ് മണ്ണാർക്കാട് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇന്നും നാളത്തെയും കൂടെ ഒരു ഒറ്റ വ്ളോഗാക്കുമ്പോഴാണ് എൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൽ ഞാൻ കാണുന്നത്. ചിലപ്പോൾ ഞാനിത് 2 വ്ളോഗാക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയാലും നിങ്ങളിത് കാണും. അല്ല, ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാം. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർ ബാക്കി കാണൂ. നോക്കി അല്ലാത്തവരും കണ്ടോ, വെറുതെ ഇരിക്കുകയല്ലേ, കുറച്ച് കാണാം. അപ്പോൾ നമുക്ക് വാട്ട് വി സീ ഇൻ മണ്ണാർക്കാട് കാണാം. ഓക്കെ, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാനല്ലാത്ത സമയം ഇങ്ങനെ വളവളാന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. പക്ഷെ ക്യാമറ ഓണാക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ്. എല്ലാവർക്കും ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എങ്ങനെ പോവുക? ക്യാമറ ഇപ്പം ഇല്ലയെന്ന് വിചാരിച്ചോ, ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല എടുക്കുന്നതെന്ന് വിചാരിച്ചോ, ഞാൻ വളവളാ സംസാരിക്കും. ഇത് കോൺഷ്യസ് ആവുക. ഞാൻ എനിക്ക് പോസ്റ്റ് ചെയ്യണം കോൺഷ്യസ് ആകുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ തന്നെ ഇതൊക്കെ പറയാമോ, എന്നാൽ സാധനമൊക്കെ സംസാരിക്കാവൂ എന്നുള്ള അതാവുക. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പം നമുക്ക് ഡയറക്റ്റ് സ്ഥലങ്ങൾ കാണാം. ഓക്കെ, ഇതാണ് അഭിരാമി. ആദ്യമായിട്ട് കാണുന്നല്ലോ. ഇതാണ് അഭിരാമിയുടെ വണ്ടി. ഏതാ വണ്ടി? അതാ വണ്ടി. ചേച്ചി പറ, എവിടെയാ പോകുന്നത്? നമ്മൾ കത്തേങ്കലം. എന്തോ കത്തേങ്കലം വാട്ടർഫോൾസ്. അപ്പോൾ നേച്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്തോ. വെതർ എന്തൊക്കെയാ പൊക്കി പറഞ്ഞ് വെച്ചിക്ക്. ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പോരാ. സാധാരണഗതിയിൽ ആവാറുണ്ട്, പിന്നെ നമ്മുടെ ഭാഗ്യം വെച്ചിട്ട് ആവട്ടെ. വെള്ളം കുറവാ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഫോറസ്റ്റ് ഫുൾ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ഫുൾ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഏരിയ അല്ല, കുറേ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അങ്ങോട്ട് മൊത്തം വെള്ളമായിരിക്കും. ഈ പാറയൊന്നും കാണില്ല വെള്ളമുള്ള സമയത്ത്. അതറിഞ്ഞു മതി. ഇല്ലെങ്കിലാണ് ഒരുപാട്. ഇതാണ് ഇപ്പം നമ്മൾ വന്ന വഴി. അപ്പോൾ ഫുൾ കാട്. എവിടെ അവള്? അവിടെ എത്തി. ഡാമല. അപ്പം നമുക്ക് അവിടെ ഒക്കെ നോക്കാം. എൻ്റെ അമ്മോ, എത്ര കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടാ. എങ്ങനെ ആൾക്കാർ അതിൻ്റെയൊക്കെ മണ്ടയിൽ വലിഞ്ഞു കയറുന്നത്? അയ്യോ, നമ്മൾ വന്ന വഴി നോക്കൂ, അത്ര താഴെ. നമ്മൾ മേലെത്തി. വെയിൽ പോലെ ഉണ്ട്. അയ്യോ, ഫുഡ് അടിക്കണ്ടേ? ഓക്കെ, നമ്മളത് തിരിച്ചിറങ്ങും. ശകുന്തള് ഇത് കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ശകുന്തള. ഞാൻ മാറിപ്പോയി വെച്ചു.
ഭയങ്കര തണുപ്പ്, അതാണ് സുഖം. വീടെത്തി, നായുണ്ട്, സൂക്ഷിക്കുക. കാർ ഇതാണ് അഭിരാമിയുടെ അച്ഛൻ, പക്ഷെ കാണാനില്ല. അഭിരാമിയുടെ അച്ഛൻ ഇവിടെ പോയി, നീ അവിടെ പോയി. വണ്ടിമേലെ സ്ക്രാച്ച് ആവൂലേ? തൊട്ട് കാലിന്റെ പിന്നിലുണ്ട്, അതായിരിക്കുന്നു. നോക്കടി, അവിടെ അല്ലേ സീനറി. അയ്യോ പിന്നിലുണ്ട്, അങ്ങനെ തൊട്ട് വരാം. പോയി അങ്ങോട്ട് വരൂ. ഇതിപ്പോ എങ്ങോട്ടാ പോന്നേ? ഭവാനിപ്പുഴ. ഭവാനിപ്പുഴ ഏതാണ്ട് നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ തമിഴ് എത്തുന്നുള്ളൂ. അട്ടപ്പാടി അഗളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അട്ടപ്പാടിയുടെ അഗളിയുടെ എന്തെന്ന് പറയുന്ന ഭംഗി കാണാൻ വേണ്ടി ഇപ്പൊ ഗ്രാമം തന്നെ. പടി ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. തമിഴ്നാട്ടിലെ തലശ്ശേരി ഈ ഗ്രൗണ്ടാണ്, താഴത്തേക്ക് പോയാൽ മതി, അവിടെയാണ്. ഇതാണ് ഭവാനിപ്പുഴ. ഭവാനിപ്പുഴ. നല്ല തണുപ്പാ. മീനുണ്ടടി, ഹായ് നല്ല തണുപ്പ്. ഇതൊക്കെ മീനുണ്ട് ഇവിടെയൊക്കെ. ഹായ് നല്ല ഫ്രഷ് വാട്ടർ, നല്ല തെളിഞ്ഞതുമാണ്. അയ്യോ എന്തൊരു തണുപ്പോ. ആടി ആടി ചാടിപ്പാടി ആടിപ്പാടി ഇപ്പൊ എല്ലാം കൂടെ താഴെ പോകും. ആന വരാതിരിക്കാൻ വേണ്ടി കമ്പി അവിടെ ഒരു പാലുണ്ടായിരുന്നു, അതൊക്കെ തകർന്നു പോയി. ഞാൻ അതിന്റെ മുകളിൽ പോയിട്ട് അവിടെ ഒരു ആദിവാസി അമ്പലമുണ്ട്, അവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അവരാണ് ഇതിന്റെ ഈ മലയുടെ മുകളിൽ കയറിയിട്ടാണ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ ഞാനതെല്ലാം അന്ന് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ പാലില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോ പോവാൻ പറ്റില്ല. ഭയങ്കര തണുപ്പും അത് തന്നെ, തണുപ്പ് തന്നെ. എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി തണുത്തിട്ട്. മൈഗ്രെയിനും സൈനസൈറ്റിസും ഉണ്ട്. നീ ഇവിടെ ജീവിക്കേണ്ടവിടെയല്ല, സത്യം. ഇതൊന്നും എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇത് ഉച്ച സമയമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? 3:45 ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കി കോട പിടിച്ച പോലത്തെ ക്ലൈമറ്റാ. ഉച്ച നേരം വൈകുന്നേരമൊക്കെ ആയ പോലെ, അല്ലെങ്കിൽ രാവിലത്തെ പോലെ ഉണ്ട്.
പക്ഷെ സമയം 3:45. അവര് വണ്ടിയിലൊക്കെ കയറി